നമസ്കാരം. ഇൻഫോ മീഡിയ വ്ലോഗിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ തൊഴിലന്വേഷിക്കുന്ന യുവജനങ്ങൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി. ഈ പദ്ധതിയിലൂടെ അർഹരായ യുവജനങ്ങൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്കോളർഷിപ്പ് ലഭിക്കും. പരമാവധി 12 മാസം വരെ, അതായത് ഒരു വർഷം വരെ ഈ ധനസഹായം ലഭിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. ആദ്യം ഈ പദ്ധതി ആർക്കു വേണ്ടിയാണെന്ന് നോക്കാം. പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി അന്വേഷിക്കുന്നവർക്കും സർക്കാർ ജോലി ലക്ഷ്യമാക്കി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് UPSC, PSC, SSC ബാങ്കിംഗ് പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ്, പ്രതിരോധ സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകൾ, ഇത്തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാം. അതോടൊപ്പം സർക്കാർ അംഗീകരിച്ച സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കോഴ്സുകളിൽ പങ്കെടുക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഇനി അർഹതയെക്കുറിച്ച് നോക്കാം. അപേക്ഷകൻ കേരളത്തിലെ സ്ഥിരതാമസക്കാരനായിരിക്കണം. പ്രായം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലായിരിക്കണം. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം ഏകദേശം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് അപേക്ഷ സമർപ്പിക്കാം. എന്നാൽ എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കില്ല. ചില വിഭാഗങ്ങൾക്ക് ഈ പദ്ധതിയിൽ അർഹതയില്ല. ഉദാഹരണത്തിന് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ, വിധവാ പെൻഷൻ ലഭിക്കുന്നവർ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, EPF പെൻഷൻ ലഭിക്കുന്നവർ, ഇതിനു പുറമെ മറ്റേതെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്കോളർഷിപ്പ് ഒരേ സമയം ലഭിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അർഹതയില്ല. അതുപോലെ നീറ്റ്, NET, സെറ്റ് തുടങ്ങിയ പ്രവേശന പരീക്ഷകൾക്ക് മാത്രം തയ്യാറെടുക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഇനി അപേക്ഷ നൽകാൻ എന്തൊക്കെ രേഖകൾ വേണം? ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒപ്പ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടി വരും. മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ പരീക്ഷയ്ക്ക് അപേക്ഷ നൽകിയതിൻ്റെ തെളിവോ അംഗീകൃത രേഖയോ സമർപ്പിക്കണം. സ്കിൽ ട്രെയിനിങ് ചെയ്യുന്നവർ പരിശീലന സ്ഥാപനത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും നൽകേണ്ടതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കോളർഷിപ്പിൻ്റെ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സർക്കാർ കൈമാറുന്നത്. അതിനാൽ അപേക്ഷ നൽകുമ്പോൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി നൽകണം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപ് എല്ലാ രേഖകളും ശരിയാണെന്ന് ഉറപ്പാക്കുകയും വേണം. ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു തെറ്റായ പ്രചരണമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും മാസം 1000 രൂപ. ഇത് ശരിയല്ല. ഈ പദ്ധതിക്ക് വ്യക്തമായ അർഹതാ മാനദണ്ഡങ്ങളുണ്ട്. അതുകൊണ്ട് അർഹതയുള്ളവർ മാത്രമാണ് അപേക്ഷിക്കേണ്ടത്. തെറ്റായ വിവരങ്ങൾ നൽകി അപേക്ഷിക്കുന്നതിന് പിന്നീട് നിയമപരമായ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടുന്നതിനും കാരണമായേക്കാം. അതിനാൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ വായിച്ച് മാത്രമേ അപേക്ഷ സമർപ്പിക്കാവൂ. നിങ്ങളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലോ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ജോലി അന്വേഷിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഈ വിവരം അവരിലേക്കും എത്തിക്കുക. കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നിരവധി പേർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. കണക്ട് ടു വർക്ക് എന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചാനലിൽ ഇനി മുതൽ ലഭ്യമാകുന്നതാണ്. അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക്. കൂടുതൽ സർക്കാർ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, പെൻഷൻ അപ്ഡേറ്റുകൾ, റേഷൻ സംബന്ധമായ വിവരങ്ങൾ, പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിയിപ്പുകൾ എന്നിവ അറിയാൻ ഇൻഫോ മീഡിയ വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. നമുക്കപ്പോൾ മറ്റൊരു വാർത്താ അപ്ഡേറ്റിൽ കണ്ടുമുട്ടാം. നന്ദി.